ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അനർത്ഥമാക്കുന്നൊരു ഭക്ഷണശാലയുണ്ട് തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാരിട്ടിയിൽ. സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും, അതും 24 മണിക്കൂറും. അബ്ദുൽ സലാമിന്റെ കഫേ മക്കാനി ഭക്ഷണശാല അടിമുടി പട്ടാളച്ചിട്ടയിലാണ്. അബ്ദുൽ സലാമിന് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എല്ലാത്തിനും വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയുള്ളതായി. ഞാൻ കുറെ വളർന്നു വലുതായിട്ടാണ് ഏട്ടൻ നേവിയിലാണെന്ന് എനിക്ക് അറിയണത്. അതുവരെ എനിക്ക് പട്ടാളം എന്നുള്ളൊരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ. വ്യത്യസ്ത സേനകൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഏട്ടന്റെ കൂട്ടുകാരും പറയും, പിന്നെ ഏട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. ആ ഒരു ഇതാണ് പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എന്റെ പ്രാർത്ഥന മാറിയത്. ഏകദേശം എനിക്ക് 54 വയസ്സായി. ഒരു ദിവസം പോലും എന്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ഉറങ്ങും. എന്റെ വീട്ടിലും ഞാൻ പറയും, എന്റെ മക്കളുടെ അടുത്ത് ഭാര്യയുടെ അടുത്തൊക്കെ പറയാറുണ്ട്, കിടക്കുന്നതിന്റെ മുന്നേ എല്ലാവരും രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ വളർന്നു വന്നതോടുകൂടി എനിക്ക് ഞാൻ മാത്രം പോരാ, അതിനൊരു സമൂഹം വളർന്നു വരണമെന്ന് തോന്നി. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം അബ്ദുൽ സലാമിനുണ്ടായി. കോവിഡ് കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിലൊരു ഭാഗം സൈനികർക്ക് വേണ്ടി തന്നെ ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ 24 മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ്. പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങളുടെ ഷോപ്പിന്റെ വകയാക്കി മാറ്റി. 24 മണിക്കൂറും അവർക്ക് വരാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അതിന് രാജ്യത്തിന് വേണ്ടി 1 മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി നിലവിലെ സൈനികരെന്നല്ല, സൈനിക സേവനം നടത്തിയ ആളുകളാണെങ്കിലും, അതായത് സൈനിക സേവനം അവസാനിപ്പിച്ച് വന്ന ആളുകളാണെങ്കിലും രാജ്യത്തെ സൈനികരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ വലിയൊരു സ്ഥാപനമൊന്നുമല്ലല്ലോ, ചെറിയൊരു സ്ഥാപനമല്ലേ. അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് ഞങ്ങളത് പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച LED ബോർഡിൽ രാജ്യസ്നേഹത്തിന്റെയും സൈനികരോടുള്ള കടപ്പാടിന്റെയും സന്ദേശങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. കഴിഞ്ഞ 5 വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം. ജനം, തൃശൂർ.